മൂവാറ്റുപുഴയിൽ നിന്ന് മൂന്നാറിലേക്ക് നമുക്കൊരു ട്രിപ്പ് പോയാലോ? അത് നമ്മുടെ സ്വന്തം KSRTC ബസ്സില്. ഇപ്പൊ എല്ലാവർക്കും വെക്കേഷൻ ടൈം ഒക്കെ അല്ലേ, പൂരത്തേന് ട്രിപ്പ് പോകണമെന്നുള്ള ആഗ്രഹവും കാണുമല്ലേ? കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെ നമുക്ക് മൂന്നാർ വരെ പോകാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക. മൂവാറ്റുപുഴയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകാനായിട്ട് ഡയറക്റ്റ് നമുക്ക് മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് അവൈലബിൾ ആണ്. ഞങ്ങൾക്ക് പക്ഷേ മൂവാറ്റുപുഴയിൽ നിന്നുള്ള ബസ് മിസ്സായി. അതുകൊണ്ട് ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്നും നേരെ കോതമംഗലത്ത് വന്ന് അവിടെ നിന്നാണ് മൂന്നാറിലേക്കുള്ള ബസ് കയറാമെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളിതാ കോതമംഗലം ബസ് സ്റ്റാൻഡിൽ എത്തി. ഞങ്ങൾ ബസ്സിന്റെ ടൈമിംഗ് ഒക്കെ ചോദിച്ചു. ഇനി കുറച്ചു നേരം നമുക്കിവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലേ? അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ വണ്ടി എത്തി. ഞങ്ങളിതാ കയറി, ഞങ്ങളിതാ മൂന്നാറിലേക്ക് തിരിക്കുകയാണ്. നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. ഞങ്ങൾ കോളേജൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് തന്നെ സമയം നല്ല ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ കാണാൻ ആസ്വദിക്കാനും പറ്റുന്ന മൂന്നാറിന്റെ ഭംഗി അന്ന് ഞങ്ങൾക്ക് കാണാനോ ആസ്വദിക്കാനോ പറ്റിയില്ല. നിങ്ങൾ ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി രാവിലെ ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ സമയം 9 മണിയൊക്കെ ആയി. ഞങ്ങൾ മൂന്നാറിലെത്തി. നമ്മൾ തലേദിവസം തന്നെ KSRTC ഡിപ്പോയിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് സ്ലീപ്പർ ബസ്സസ് അവൈലബിൾ ആയിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് റൂമിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡോർമെട്രി. 8 ബെഡാണ് വരുന്നത്. ഈ ബെഡിൽ തന്നെ നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് തലയിണയും പുതപ്പും ഒക്കെ തന്നിട്ടുണ്ട്. ആക്ച്വലി 1 ഡേ ഇങ്ങനെ ഇത് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. നമുക്കിവിടെ ഒരു AC ഉണ്ട്, പക്ഷെ ഇവിടെ AC-യുടെ കാര്യമില്ല. കാരണം നമുക്കിവിടെ ചാർജിങ് പോയിന്റ് ഉണ്ട്, ഹോൾഡേഴ്സ് ഉണ്ട്. നമുക്ക് കീസ് ഒക്കെ വേണമെങ്കിൽ അതിൽ ഹാങ് ചെയ്യാം. അപ്പൊ നമ്മുടെ മൂന്നാർ ട്രിപ്പ് ഇവിടെ തുടങ്ങുകയാണ് ഗൈസ്. സോ കം ലെറ്റ്സ് കം ഔട്ട് ഗൈസ്. അപ്പൊ നിങ്ങൾ കണ്ട പോലെ തന്നെ ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ എന്നിട്ട് രാത്രി തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അടുത്ത് തന്നെ നമുക്ക് ഒരു ചെറിയ തട്ടുകട പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന് 2 ഓംലെറ്റും പിന്നെ 2 കട്ടൻ കാപ്പിയും 1 കട്ടൻ ചായയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് അതെല്ലാം കഴിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ KSRTC ഡിപ്പോയിൽ ബുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫോൺ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നമ്മുടെ നമ്പറും നമ്മുടെ പേരും കൊടുത്താൽ മതി. തലേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞാൽ മതി എത്ര പേരുണ്ട്, നമ്മുടെ നമ്പറും കൊടുക്കുക. അപ്പൊ നമ്മൾ KSRTC ഡിപ്പോയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ സ്ലീപ്പർ ബസ്സിൽ നമുക്ക് വേണ്ട ഒരു ബെർത്ത് നമുക്ക് അവിടെ പ്രൊവൈഡഡ് ആയിരിക്കും. പിറ്റേന്ന് രാവിലെയുള്ള സൈറ്റ് സീയിങ്ങിന്റെ ടിക്കറ്റ് നമ്മൾ അവിടെ ചെന്നിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ നല്ല തണുപ്പാണ് ഗൈസ്. സോ സ്വെറ്റർ എടുക്കാൻ മറക്കണ്ട. ഇവിടുത്തെ ചൂട് പ്രദേശത്ത് ഞങ്ങൾ സ്വെറ്റർ ഒന്നും ഇല്ലാതെ പോയി. പക്ഷെ അവിടെ നല്ല തണുപ്പായിരുന്നു. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇന്നാണ് നമ്മൾ KSRTCയിൽ നമ്മൾ സൈറ്റ് സീയിങ്ങിന് വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ രാവിലെ എണീറ്റ് കുളിക്കാനും വിരിക്കാനും ഒക്കെ ആയിട്ട് സോപ്പും ചീപ്പൊക്കെ ആയിട്ടാ വന്നത്. പക്ഷെ ഒന്നും നടന്നില്ല, അത്രയ്ക്ക് തണുപ്പാണ്. പിന്നെ അടുത്ത് തന്നെ നമുക്ക് ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. ഇത് മൂന്നാർ സിറ്റി തന്നെയാ വരുന്നേ. അങ്ങനെ ഹോട്ടലിൽ കയറി ചായയും മസാലോശ 3 പേർക്കും മസാലോശയാണ് ഞങ്ങൾ പറഞ്ഞത്. നല്ലായിരുന്നു, അത്യാവശ്യം നല്ലൊരു ഫുഡായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങള് കുറച്ചൊന്ന് നടക്കാൻ പോയി. നടക്കാൻ പോയതിന്റെ വിശേഷമാണ്. ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോ തന്നെ അവിടെയുള്ള പശുക്കളൊക്കെ ഞങ്ങളെ കുത്താൻ വേണ്ടി വരുന്നതാണോ എന്നറിയില്ല. ഇതാ നല്ല ക്യൂട്ട് ആയിട്ടുള്ള 3 പിള്ളേര് പോണ കണ്ടു. അതെ, അപ്പൊ സലീമൊക്കെ പറഞ്ഞ പോലെ നമ്മളുടെ ഇന്നത്തെ ട്രിപ്പ് ചതുരംഗപ്പാറയിലേക്കാണ്. പിന്നെ നമുക്ക് ഓരോ സൈറ്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് നമുക്ക് അവിടെ മൊത്തം കാണാനായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 മിനിറ്റ് നമുക്ക് അവിടെ KSRTC ബസ് സ്റ്റോപ്പ് ചെയ്തിടും. നമ്മൾ ഗ്യാപ്പ് റോഡിലൂടെയാണ് പോകുന്നത്. ഗ്യാപ്പ് റോഡ് വഴി ചതുരംഗപ്പാറയിലേക്ക് പോകുന്ന ഓരോ വഴിയിലും നമുക്ക് മെയിൻ പോയിന്റിൽ അവർ 5 മിനിറ്റ് നമുക്ക് നിർത്തിയിട്ട് തരും. എല്ലാവരും നല്ല വൈബായിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. കൺമണി അൻപോട് കാതലം ഞാൻ എഴുതും കടിതമേ, പൊന്മണി
உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே. ഇതാണ് നമ്മുടെ റോക്ക് കേവ്. ഇതിനെ കുറിച്ച് ഞാൻ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്, അതിന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. സോ അത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നമ്മള് ചുരം താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇറങ്ങുന്നത് തന്നെ കാണാൻ എന്ത് ഭംഗിയാണോ. ഒരു രണ്ട് സൈഡിലുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല ഭംഗിയായിരുന്നു. നമുക്ക് വേറൊന്നും ചെയ്യാനോ ചിന്തിക്കാനോ ഒന്നും പറ്റില്ല. നമ്മളെ ജനലിന്റെ സൈഡിൽ ഇരിക്കുക, ഇതിങ്ങനെ ആസ്വദിക്കുക. കുറെ നേരം ഇത് തന്നെ നമുക്കിങ്ങനെ കണ്ട് അങ്ങനെ ആസ്വദിച്ചിരുന്ന് പോവാൻ പറ്റുന്ന കുറച്ച് മൊമെന്റ്സ് ആണിത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡ്രൈവർ സലീമിക്ക അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ കൂടെ തന്നെ എല്ലാത്തിനും നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യാനൊക്കെ കൂടെ തന്നെ നിന്നു. പിന്നെ ഇത് ഓറഞ്ച് ഫാം ആണ്. അവിടെ ഇപ്പൊ ഓറഞ്ച് ഒക്കെ പൂത്ത് നിൽക്കുന്നുണ്ടായി. ഞാനത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ആ ദൂരെ കാണുന്ന മരത്തിൽ നിറച്ചും ഓറഞ്ചുകളാണ്. ഇപ്പൊ നമ്മള് ആനയിറക്കൽ ഡാമിലേക്കാണ് പോകുന്നത്. അണ്ണനോടൊരു ഹായ് പറയാൻ പറ. അങ്ങനെ നമ്മൾ ഡാമിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കവിടെ കാണാൻ പറ്റുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു രസമുള്ളൊരു വ്യൂ ആയിരുന്നു അത്. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് കാം ആൻഡ് പീസ്ഫുൾ ആവുമെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഒരു കടയായിരുന്നു. നമുക്ക് വേണ്ട സാധനങ്ങളായിട്ടുള്ള തേയില, അതുപോലെ ഏലക്ക, ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. പിന്നെ നമ്മളൊരു തേയിലത്തോട്ടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചതുരംഗപ്പാറ എത്തി. അവിടെ നമുക്ക് ജീപ്പ് സഫാരിയാണ്. നമ്മളൊരു ജീപ്പ്, അവിടുന്ന് നമുക്ക് താഴത്തുനിന്ന് നമുക്കൊരു ജീപ്പിൽ കയറാം. അങ്ങനെ നമ്മളൊരു 4-5 ജീപ്പിലായിട്ടാണ് നമ്മൾ ചതുരംഗപ്പാറയിലേക്ക് പോവാണ്. ഇപ്പം നമുക്കൊരു മല കയറി അവിടെ ചെല്ലാനുണ്ട്. നമ്മൾ ആ കുന്ന് കയറി ചെല്ലുന്ന നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഇതെല്ലാം. കുറെ വിൻഡ് മിൽസും അതിന്റെ സൗണ്ടും. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ തമിഴ്നാട് മൊത്തവും കാണാം എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലുള്ള ആൾക്കാർ കേൾക്കാൻ വേണ്ടിയാണോ അവൻ കൂന്നേന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ തിരിച്ച് അവിടുന്ന് ഇറങ്ങാണ്. അവിടെ നമ്മൾ ഇറങ്ങി. നമുക്ക് ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് അവിടെ ആയത്. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു ആ ഒരു തേയിലത്തോട്ടം കാണാൻ വേണ്ടിയിട്ട്. നല്ല നല്ല മൊമെന്റ്സ് ആയിരുന്നു. അപ്പൊ നമ്മളിതാ തിരിച്ചെത്തി. 2 ചായ കുടിച്ചിട്ട് നമുക്കൊരു ബൈ പറയാം. ബൈ ബൈ.